ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു വണ്ടി നോക്കാൻ പോവുകയാണ്. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് അനൗൺസ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. സോ ബൈക്ക് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. അപ്പം നമ്മൾ കാവാസാക്കി KLX 230 മാറ്റിയായിരുന്നു ലിസ്റ്റിൽ നിന്ന്. ഇപ്പോൾ ഉള്ളത് എക്സ്പൾസ് 210 ആണ്. പിന്നെ TVS അപ്പാച്ചെ RTX ഞാൻ പോയി നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ വണ്ടിയുടെ ഡിസൈൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തോ പോരാ. പിന്നെ സർവീസൊക്കെ നമ്മൾ നോക്കണമല്ലോ, നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പല്ലേ പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും സർവീസ് ചെയ്യാനും എന്തായാലും റോങ് അടിക്കുമ്പോൾ ഡാമേജോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും പോകുന്ന ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 വന്നിട്ടുണ്ട്. സോ അത് ഒന്ന് നോക്കണമെന്ന്, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഹിമാലയൻ 450യുടെ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്, മാന ബ്ലാക്ക് എന്ന് പറയും. അതൊരു റാലി ഇൻസ്പയർഡ് ടെയിലൊക്കെ വരുന്നൊരു വണ്ടിയാണ്. ബാക്ക് പോർഷനെല്ലാം റാലി ഇൻസ്പയർഡാണ്. സോ അത് നോക്കണമെന്ന് ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. പിന്നെ അഡ്വഞ്ചർ നോക്കണമെന്നുണ്ട്, 390 അഡ്വഞ്ചർ. സോ അതൊന്ന് നോക്കണം. ഇത് ലാസ്റ്റാണ് നമ്മൾ ഇതോടുകൂടി വണ്ടി ഏതാണെന്ന് കൺഫേം ചെയ്യും. ഒന്നെങ്കിൽ എക്സ്പൾസ് 210, അല്ലെങ്കിൽ ഹിമാലയൻ 450, അല്ലെങ്കിൽ KTMൻ്റെ അഡ്വഞ്ചർ 390S എന്ന് പറയുന്ന സ്പോക്ക് വീൽസ് വരുന്ന വേരിയൻറ്റ്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കൺഫേം ചെയ്യും ഞാൻ. പിന്നെ KTM അധികം നോക്കാത്തത്, എൻ്റെ പുതിയ Gen 3 ഡ്യൂക്ക് 390 ആണ് ഇരിക്കുന്നത്. സെയിം എൻജിൻ തന്നെയാണ് അഡ്വഞ്ചറിൽ വരുമ്പോഴും. ബട്ട് ആ ഒരു റൈഡിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം മാറും സസ്പെൻഷൻ്റെ ആണെങ്കിൽ. ഓ അതും കൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ട്. പക്ഷേ സർവീസിൻ്റെ കാര്യം നോക്കുമ്പോൾ എല്ലാവരും ഓൾ ഇന്ത്യ ട്രിപ്പിൽ പ്രിഫർ ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയനാണ്. കാരണം അവർക്ക് സർവീസ് നെറ്റ്വർക്ക് ഭയങ്കര ഹൈ ആണ്. ഈവൻ KTMനും ഹീറോയ്ക്ക് പോലും അത്രയും നെറ്റ്വർക്ക് ഇല്ല സർവീസിൻ്റെ. പിന്നെ വണ്ടി നല്ല കംഫർട്ടാണെന്ന് കേട്ടോ. അതിൻ്റെ സസ്പെൻഷനാണ് എടുത്ത് പറയേണ്ടത്. സസ്പെൻഷൻ നല്ല കംഫർട്ടാണ് ഹിമാലയൻ 450യുടെ. പിന്നെ നമുക്ക് ലഗേജ് വെക്കാനൊക്കെ ഉള്ള സ്പേസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞു. ഇപ്പം ഞാൻ വിചാരിച്ചു, ആക്ച്വലി എനിക്ക് റോയൽ എൻഫീൽഡ് ബ്രാൻഡ് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ഈ ഒരു കാര്യം വന്നതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ആരും പറയുന്നുമില്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ വെച്ചിട്ട് എന്തു പറയാനാ, നമ്മൾ ഇപ്പം നിങ്ങൾക്ക് സാഗർ ഷൈഡേക്കറിനെ അറിയായിരിക്കും, നിങ്ങൾ ബൈക്ക് റിവ്യൂസൊക്കെ. പുള്ളി പറഞ്ഞതും ഹിമാലയനാണ്. ഞാൻ പുള്ളിയായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. സോ പുള്ളി പറഞ്ഞതും ഹിമാലയനാണ്. പുള്ളി പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടി കുറച്ച് ലോങ് ആണ്. അപ്പോൾ നമുക്ക് ലഗേജ് റാക്ക് ചെയ്യാനൊക്കെ സുഖമാണ്. പിന്നെ സീറ്റ് കംഫർട്ട് ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യാം. നമുക്കിപ്പോൾ 825 835 അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസ് നെറ്റ്വർക്ക് ഭയങ്കര ഹൈ ആണ്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ കംപ്ലൈൻസും ഉണ്ട്, റാറ്റ്ലിങ് നോയ്സ് മിററിൻ്റെ സൈഡിൽ നിന്നുള്ളത്. പിന്നെ വൈബ്രേഷൻ, മേ ബി വണ്ടി തുരുമ്പ് പിടിക്കുമായിരിക്കാം. അങ്ങനെ കുറേ നെഗറ്റീവ്സും ഉണ്ട് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450ക്ക്. എന്തായാലും നമുക്ക് പോയി നോക്കണം. നമ്മൾ ഇതോടുകൂടി വണ്ടി കൺഫേം ചെയ്യണം ഗൈസ്. ഇന്ന് കിയ സെൽട്ടോസ് പോയി നോക്കണമെന്ന് വിചാരിച്ചാണ്. അതിനിപ്പോൾ നെക്സ്റ്റ് വീക്ക് പോവാം. നമുക്ക് അത് ഈ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വണ്ടി ഫുൾ മോഡ് ചെയ്യണം, ഓക്സിലറി ലൈറ്റ്സും പിന്നെ ലഗേജ് റാക്ക് ചെയ്യാനുള്ളതും. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് നമുക്ക് കേരളക്കകത്ത് കുറച്ച് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൾ ഇന്ത്യ ട്രിപ്പിന് വണ്ടീനെ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു DJI Action 4 ക്യാമറ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കേരളത്തിൻ്റെ അകത്ത് കിട്ടുമെങ്കിൽ പറയണം. അത് ആക്ഷൻ ക്യാമറ ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൗണ്ട് ചെയ്ത് വയ്ക്കാനുള്ള, റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിവിടെ ഒരുപാട് സ്ഥലത്ത്, ഈവൻ ക്യാമറ സ്കാൻ തൃശ്ശൂർ, കൊച്ചിയിലുള്ള കുറച്ച് ഷോപ്പുകൾ എല്ലായിടത്തും അന്വേഷിച്ചു. DJI Action 4, ഓസ്മോ Action 4 ഒരിടം കിട്ടുന്നില്ല. ഗോപ്രോ എനിക്ക് താല്പര്യമില്ല. ഗോപ്രോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ഗോപ്രോ ഉണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഗോപ്രോയിൽ 4K ഒക്കെ എടുത്തു കഴിയുമ്പം ക്യാമറ കത്തും, ആ ഒരു ലെവലാണ്. പിന്നെ ഇത് എന്തോ ബാറ്ററി
ബാറ്ററിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. തേർഡ് പാർട്ടി ബാറ്ററിയൊക്കെ കിട്ടിയാൽ പോലും കംപ്ലൈൻസ് ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പം DJI Osmo Pocket 3 എന്ന് പറയുന്ന ക്യാമറയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സോ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്കുണ്ട്. സോ ഈ മൈക്ക് എനിക്ക് Osmo Action 4 മേടിച്ചാൽ അതിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. GoProയിൽ നമ്മൾ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ മോണോയോ കിട്ടത്തുള്ളൂ, സ്റ്റീരിയോ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് Osmo Action 4 5 തന്നെ വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും ഷോപ്പിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. എന്തായാലും അതൊരെണ്ണം എടുക്കണം, ഇല്ലെങ്കിൽ അത് പുറത്തുനിന്ന് വരുത്തേണ്ടി വരും. അപ്പം നമുക്ക് ഇനി നേരെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം പോവാം. ഹിമാലയൻ 450 ഒക്കെ മാന ബ്ലാക്ക് അവിടെ അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മളിങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്തുള്ള ഷോറൂമാണ്. സോ നമുക്ക് ഇറങ്ങാം. ഇതാണ് ഗൈസ് ഷോറൂം. അതകത്ത് വണ്ടി ഉണ്ടോ എന്ന് നോക്കാം. ഗൈസ്, ഇതാണ് ഹിമാലയൻ 450. വണ്ടി കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല സൈസും വെയിറ്റൊക്കെ ഉണ്ട്. സീറ്റൊക്കെ അടിപൊളി, രണ്ട് വലിയ സീറ്റാണുള്ളത്, ലോങ് റൈഡ്സിന് പറ്റുന്ന അത്യാവശ്യം കുഷനിങ് ഉള്ള സീറ്റ്. ലഗേജ് റാക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. ഇവിടെ നമുക്ക് ലഗേജൊക്കെ വെച്ച് കെട്ടാനുള്ള സംഭവമൊക്കെ ഉണ്ട്. മുമ്പിലത്തെ ക്രാഷ് കാർഡ്, അത്യാവശ്യം നല്ല സൈസുള്ള നമുക്ക് തരാം. വണ്ടി ഓവറോൾ കൊള്ളാം. സസ്പെൻഷൻ വരുന്നത് ഷോവയുടെ സസ്പെൻഷനാണ്. സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ഉണ്ട്. ക്ലസ്റ്ററും എല്ലാം കൊള്ളാം കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഞാൻ വണ്ടി ടെസ്റ്റ് റൈഡിന് എടുത്തായിരുന്നു. കൊള്ളാം കേട്ടോ, വണ്ടി ഭയങ്കര സ്മൂത്താണ്. ഞാൻ കുറച്ച് റഫാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അത്യാവശ്യം നല്ല പവറും ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഒരുവിധം ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഹൈറ്റ് ഏകദേശം 5.8 ആണ്. സോ കുഴപ്പമില്ല. സീറ്റ് നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. സീറ്റാണ് എടുത്ത് പറയേണ്ടത്. വെറുതെ അല്ല ലോങ്ങിന് എല്ലാവരും ഇത് എടുക്കുന്നത്. നോക്കുന്ന വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഇതൊരു TFT ഡിസ്പ്ലേ ആണ് വരണത്. ഇതിൽ നമുക്ക് മാപ്പൊക്കെ കാണാൻ പറ്റും. റിയർ സീറ്റ് എനിക്ക് തോന്നുന്നു കംഫർട്ടുള്ള സീറ്റായിരിക്കും. പിന്നെ ടെയിൽ ലൈറ്റും ഉണ്ടോ, ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റാണ്. അതായത് ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇതിപ്പോൾ അവരുടെ ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്. എന്നിട്ട് പോലും വണ്ടി നല്ല എൻജിൻ നല്ല കണ്ടീഷനിലാണ്. അല്ലാതെ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പം ഫ്രണ്ടിൽ വൈസറൊക്കെ പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ്. കൊള്ളാം വണ്ടി, ഓവറോൾ കൊള്ളാം. നല്ല കിടില സസ്പെൻഷൻ. അത്യാവശ്യം ഗട്ടറിലൊക്കെ ഇറക്കി നോക്കി, സസ്പെൻഷനൊക്കെ കിടില സസ്പെൻഷൻ, ഒരു രക്ഷയില്ല. ഇതാണ് പുതിയ എൻജിൻ, 450cc ഷെർപ്പ എൻജിൻ എനിക്കത്ര വൈബ്രേഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിപ്പം ഷോറൂമിൻ്റെ ടെസ്റ്റ് റൈഡ് വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. അതർവൈസ് സീറ്റും സസ്പെൻഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി ഈസ് ഓക്കെ, ഒരു കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു വണ്ടി. ഞാനിതിൻ്റെ മാന ബ്ലാക്ക് അല്ലെങ്കിൽ ഹാൻഡ്ലി ബ്ലാക്ക് ആയിരിക്കും നോക്കുന്നത്. സോ നമുക്കെന്തായാലും തിരിച്ച് ഷോറൂമിലോട്ട് പോകാം. വണ്ടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ലൊരു വണ്ടി. വണ്ടി ഞാൻ നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഇത്രയും വൈബ്രേഷൻ ഇല്ലാത്തൊരു വണ്ടി ഞാൻ ഓടിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. സസ്പെൻഷൻ കിട്ടില്ല, സീറ്റ് കംഫർട്ട് അന്യായം, ഒന്നുമില്ല പറയാൻ. സീറ്റ് കംഫർട്ട് കിട്ടില്ല. വണ്ടി പിന്നെ നല്ല സൈസും ഉണ്ട്. ടാങ്കിൻ്റെ ഏരിയയൊക്കെ ഭയങ്കര സൈസുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മാന ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളറാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം 4,29,000 ഓൺ റോഡ് വരുന്നത്.
ഇപ്പം നമ്മൾ ഹാൻലി ബ്ലാക്കാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം റേറ്റ് വരുന്നത് 4,80,000 പക്ഷേ നമ്മളതിൽ അഡീഷണൽ ട്യൂബ്ലെസ് ടയർ ആഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു അഡീഷണൽ 20,000 വരും. അപ്പോൾ ഏകദേശം ഹാൻലി ബ്ലാക്കിൻ്റെ ആ ഒരു ഇത് തന്നെ വരും. മാന ബ്ലാക്കിൻ്റെ ആ ഒരു പ്രൈസ് തന്നെ വരും. പിന്നെ ഇതിൽ എന്താണ് ഈ ഒരു മാന ബ്ലാക്കും ഹാൻലി ബ്ലാക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി റാലി കിറ്റ് വരും മാന ബ്ലാക്കിൽ. പിന്നെ വണ്ടി വരുമ്പം തന്നെ ട്യൂബ്ലെസ് പോക്ക് വീൽസാണ് വരുന്നത്. സോ ഇതാണ് മാന ബ്ലാക്കിൻ്റെ ആ ഒരു മെയിൻ പ്രത്യേകത. അപ്പം എനിക്ക് തോന്നുന്നു റാലി കിറ്റ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഗോൾഡ് റിമ്മ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഹാൻലി ബ്ലാക്കിലേ ഉള്ളൂ ഗോൾഡ് റിമ്മ് വരണം. എന്തായാലും കളറൊന്ന് കൺഫേം ചെയ്യണം. വണ്ടി ഇപ്പം ഏകദേശം ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. പിന്നെ KTM 390 ADV അത് ഞാൻ നോക്കുന്നില്ല. അത് എൻ്റെ ഡ്യൂക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, വേണ്ട. കാരണം ടെക് പാക്ഡ് ഒരു വണ്ടി ഓൾറെഡി ഉണ്ടല്ലോ. സോ ഹിമാലയനും എക്സ്പൾസുമാണ്, എക്സ്പൾസ് 210 നമ്മുടെ ഇനി ഫൈനലായിട്ട് കൺഫേം ചെയ്ത് ഇതിൽ ഏതെടുക്കണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഏതെടുത്ത് ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ പോകണമെന്ന്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് തുടങ്ങണം. അതുവരെ see you, bye.